എൻ്റെ അളിയ ഞാനൊരു കോപ്പറേറ്റ് കമ്പനി ജോലിയായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവര് ടാർഗറ്റ് ആയാലും ഒക്കെ തെറിവിളി പടവിളി എല്ലാം ബഹളം. അപ്പൊ ഇതിനെ സഹിക്കാൻ പറ്റില്ല. ഞാനിത് ഇങ്ങനെ ഇവര് പറയും റിസൈൻ ചെയ്തിട്ട് പോടാന്നൊക്കെ പറയുമ്പോൾ ഞാൻ റിസൈൻ ചെയ്യാം, ഞാൻ പറയും ഇപ്പൊ റിസൈൻ ചെയ്യണം, ഇപ്പൊ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അനു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവളെ നിനക്ക് ഭയങ്കര മുൻകോപമാണോ? ഞാൻ പറഞ്ഞു മുൻകോപമാണോ എന്ന് അറിയത്തില്ലേ, പക്ഷെ ഇവന്മാര് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവൻ ചോദിച്ച്, നിനക്ക് ദേഷ്യം അല്ലെങ്കിൽ മുൻകോപം കമ്പനിയിൽ ഇങ്ങനെ ഇവര് പറയുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടളിയാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യലേ, നീ ഇപ്പൊ ഉപയോഗിക്കുന്ന വണ്ടി ഏതാ? അപ്പൊ ഞാൻ പറഞ്ഞ CT100 വണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ലോൺ ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ലോൺ ഉണ്ടായിരുന്നു, അത് തീർന്നു, ഇപ്പൊ 4 കൊല്ലമായി ലോണൊന്നും ഇല്ല, ഒരു ലോണും ഇല്ല. ഇവരാളെ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റി. ഞാൻ പറഞ്ഞു മാറ്റാം, എന്താ ചെയ്യേണ്ടത്? അപ്പൊ നീ ആദ്യം തന്നെ എന്റെ ബൈക്ക് മാറ്റി, ഒരു ഡ്യൂക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്യൂക്ക് എടുത്തു, സാലറി സ്ലിപ്പ് കൊടുത്ത് ഡ്യൂക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, iPhone 13 മേടിച്ച്, 13 Pro മേടിച്ച്. പിന്നെ ഞാനൊരു കാർ വാങ്ങിച്ചു, ഞാൻ വീട് പണിഞ്ഞ് പുതുക്കി സെറ്റ് ചെയ്ത് കുറച്ച് ലോൺ എടുത്തു. അത് ഇപ്പൊ ഈ ലോൺ ഇത്രയും കിടക്കുന്നുണ്ടല്ലോ, എനിക്കിപ്പോ ഇവന്മാര് പറയുന്ന തെറിവിളി അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ട് പോലും നമ്മളെ വിളിക്കുന്ന തെറിയും നമ്മളെ ചുമ്മാതെ ഇനി എന്ത് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ജോലി റിസൈനും ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് ഇവന്മാര് പറയുമ്പോൾ മറ്റേ പാട്ട് കേൾക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓംറ ഓംറ എന്ന് പറയും. അപ്പൊ ആ സംഭവം എനിക്ക് ഉണ്ടാക്കി തന്നത് എന്റെ ഫ്രണ്ടാ. നിനക്കും ഇല്ലേ ഇങ്ങനെ ഒരു ഫ്രണ്ട്? അവനിതൊന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ.